Good morning. Good morning. Good morning, ma'am. Okay. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, good morning. എല്ലാവർക്കും ഓക്കെ ആരുടെ എക്കോ വരുന്നുണ്ടല്ലോ? മ്യൂട്ട് ചെയ്ത് വെക്കോ? ഓക്കെ, അമൃത ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ആംബുലൻസ് സർവീസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജിയാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എടുക്കുമ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും പ്രിന്റ് കയ്യിൽ സൂക്ഷിക്കണം. പിന്നെ പേന ഉണ്ടാകും പറഞ്ഞിരുന്നു, ഞാൻ ലാസ്റ്റ് ആണ് പറഞ്ഞത്. അപ്പോഴേക്കും എനിക്ക് ഓൾമോസ്റ്റ് കൂടുതൽ പേരും നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ടെർമിനോളജി പഠിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്രിന്റ് ഉണ്ടായിരിക്കണം, പേന ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് അതിനകത്ത് ഏകദേശം ഒരു 10 എണ്ണം പഠിക്കാനുണ്ട്. അപ്പൊ ഫുൾ പഠിക്കല് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ പഠിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ ഇവിടെ ക്ലാസ്സിൽ പറയും. അതപ്പൊ തന്നെ നിങ്ങളുടെ നമ്പർ എന്ത് ചെയ്ത് വെക്കണം, ഓൺ മ്യൂട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓൺ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ പറഞ്ഞല്ലോ, ടെർമിനോളജി പഠിക്കുന്ന സമയത്ത് പ്രിന്റും അതുപോലെ തന്നെ പേനയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. കാര്യം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് വരുന്നത് നമ്മൾ ഇവിടുന്ന് ടിക്ക് ചെയ്ത് നമ്മൾ പറയും. അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ എന്ത് ചെയ്ത് വെക്കണം, ടിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം എല്ലാം ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അത് മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റില്ല. എക്സാമിന് വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് തരും. അതപ്പൊ തന്നെ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ടാണ് കേട്ടോ പേനയും കൂടെ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ആംബുലൻസ് സർവീസ് ഒക്കെ വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി നമുക്ക് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി ഇപ്പൊ വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ടെർമിനോളജി എന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് കുറെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ടെർമിനോളജിയിലേക്ക് ഇറങ്ങാനായിട്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല്, മെഡിക്കൽ ടെർമിനോളജി ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. എന്താണ് ടെർമിനോളജി, എന്തായിരിക്കാം, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഓക്കെ. എന്താണ് ശ്രീകൃഷ്ണ, മെഡിക്കലി യൂസ് ചെയ്യുന്ന വേർഡ്സ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. മെഡിക്കൽ നെയിംസ് അഭിരാമി പറയുന്നത് മെഡിക്കൽ നെയിംസ്. ഓക്കെ, ശ്രീലക്ഷ്മി പറഞ്ഞതും ശരിയാണ് കേട്ടോ. പിന്നെ ഇനി ഷോർട്ട് നെയിം. ഓക്കെ ഓക്കെ, അതും കറക്റ്റ് ആണ്. ആദ്യം പറയുന്നത് ഷോർട്ട് നെയിം ആണ്. നൈനി പറയുന്നു ഒറിജിൻ ഓഫ് വേർഡ്സ്. ഓക്കെ, ജിഫി പറയുന്നു ഷോർട്ട് ഹാൻഡ്സ് ആണ്. ഓക്കെ, മെഡിക്കലി നെയിംസ് ഷോർട്ട് ചെയ്യുന്നത് ആര് പറഞ്ഞു? ഓക്കെ, കോഡ്സ് ആണെന്ന് പറഞ്ഞു അനീസ. ഓക്കെ ഓക്കെ ഓക്കെ, മെഡിക്കൽ കോഡിങ് വ്യത്യാസമുണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജിയും മെഡിക്കൽ കോഡിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. മെഡിക്കൽ കോഡിങ് വേറെ, രണ്ടും റിലേറ്റഡ് ആണ്, പരസ്പരം റിലേറ്റഡ് ആണ്, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഷോർട്ട് നെയിം. ചേച്ചി പറയുന്നത് ഷോർട്ട് നെയിം. എന്ന് പറയുന്ന എല്ലാ ആശയങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്, മെഡിസിന്റെ ഭാഷയാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാല് ശരിക്കും ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് അഥവാ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് നമുക്കത് കൺസിഡർ ചെയ്യാം. കാര്യം എന്താന്ന് വെച്ചാല് ഈ ഹെൽത്ത് പ്രൊഫഷണലുകൾ, അതായത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവർക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, മെഡിക്കൽ ടെർമിനോളജി സഹായിക്കുന്നുണ്ട്. സാധാരണ ഒരു ഡോക്ടർ പേഷ്യന്റിനോട് പറയുന്ന ലാംഗ്വേജ് അല്ല, മനസ്സിലായോ? ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നഴ്സ് ഒരു പേഷ്യന്റ് ആയിട്ട് സംസാരിക്കുന്നതല്ല. മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവര് തമ്മിൽ, ഇപ്പൊ ഡോക്ടേഴ്സ് തമ്മിൽ, ഡോക്ടർ നഴ്സുമാര് തമ്മിൽ, മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾ തമ്മിൽ അവർക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്, മെഡിക്കൽ ടെർമിനോളജി സഹായിക്കുന്നുണ്ട്. അവരുടെ ഭാഷയാണത്. കുറേം കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ ബോഡി പാർട്സ് അല്ലെ, നമ്മുടെ ശരീരഭാഗങ്ങൾ, ബോഡി പാർട്സ്, അതുപോലെ നമ്മുടെ അനാറ്റമിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുകള്, ഓക്കെ. പിന്നെന്താണ് പലതരത്തിലുള്ള ഫങ്ഷൻസ്, നമ്മുടെ ശരീരത്തിനകത്ത് പലതരം ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ, പലതരം പ്രക്രിയകൾ നടക്കുന്നുണ്ട്, ചില പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ചില പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ചില രോഗാവസ്ഥകൾ, മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെ, രോഗാവസ്ഥകൾ, അതിന് കൊടുക്കുന്ന ചില ട്രീറ്റ്മെന്റുകള്, പ്രൊസീജിയറുകള്, അവയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസിനെയാണ് ഇതെന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? നമ്മുടെ ബോഡി പാർട്സ്, നമ്മുടെ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സുകള്, നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പല വിധത്തിലുള്ള ഫങ്ഷൻസുകള്, പ്രോസസ്സുകള്, മെഡിക്കൽ അവസ്ഥകള് അല്ലെ, രോഗാവസ്ഥകൾ, അതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, അവയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ ഉപയോഗിക്കുന്ന ആ വേർഡ്സിന്, പദങ്ങൾ നമ്മൾ എന്താ പറയാന്നറിയോ? മെഡിക്കൽ ടേംസ് എന്നാണ് പറയാ. എന്താണ് പറയാ? മെഡിക്കൽ ടേംസ് എന്നാണ് പറയാ. ഓക്കെ. അപ്പൊ അതാണ് മെഡിക്കൽ ടെർമിനോളജിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അത് വളരെ എന്താ പറയാ യൂണിവേഴ്സൽ അഥവാ ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ ലാംഗ്വേജ് അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. നീട്ടി വലിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫഷണലുകൾക്ക്, ഹെൽത്ത് പ്രൊഫഷണൽക്ക് അവർക്ക് നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മള് മെഡിക്കൽ ടെർമിനോളജിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് പ്രധാനമായിട്ടും മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ പഠിക്കുമ്പോൾ 4 എന്താ പറയാ കമ്പോണൻസ് ഉണ്ട്. അതിനകത്ത് 4 കമ്പോണൻസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പഠിക്കാനായിട്ട് ചെല്ലാനായിട്ട്. ഓക്കെ. അപ്പൊ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണുള്ളത്. 4 കമ്പോണന്റ് പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഏതൊക്കെയാണ് 4 കമ്പോണന്റ്? ഒന്ന് വന്നിട്ട് പ്രിഫിക്സ് ആണ്. എന്താണ്? പ്രിഫിക്സ് കേട്ടോ, പ്രിഫിക്സ്. രണ്ടാമത്തത് എന്താണ്? സഫിക്സ്. എന്താണ്? സഫിക്സ്. ഓക്കെ. മൂന്നാമത്തത് അതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ യൂസ്ഫുൾ ആവും, അതുകൊണ്ട് ഞാൻ പറയാണ്, കമ്പൈനിങ് എ വവൽ. എന്താണ് പറഞ്ഞേ? കമ്പൈനിങ് എ വവൽ. കമ്പൈനിങ് എ വവൽ എന്ന് പറഞ്ഞൊരു പ്രത്യേക കമ്പോണന്റ് ആയിട്ടൊന്നും അവിടെ പറയുന്നില്ല, ജസ്റ്റ് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് എടുത്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ അത് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് കേട്ടോ. കമ്പൈനിങ് എ വവൽ. നാലാമത്തേത് എന്താണ്? റൂട്ട് വേർഡ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വേർഡ് റൂട്ട് എന്ന് പറയാം. മനസ്സിലായോ? 4 കമ്പോണന്റ് മെഡിക്കൽ ടേംസിന്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രിഫിക്സ്. ഓക്കെ, പ്രിഫിക്സ്. രണ്ടാമത്തത് സഫിക്സ്. മൂന്നാമത്തത് കമ്പൈനിങ് എ വവൽ. വവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇംഗ്ലീഷിലെ വവൽ ലെറ്റേഴ്സ്. ക്ലിയർ ഇല്ല? ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? കട്ടാവുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും ഉണ്ടോ? ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്ത് ഒന്നിരിക്കണം കേട്ടോ. ഇങ്ങനെ വോയിസ് ക്ലിയർ അല്ലാത്തവര് ഒന്ന് റേഞ്ച് ഉള്ള സ്ഥലത്ത് ഇരിക്കണം, കാരണം ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ശരിയായിപ്പോ. അതന്നെ, AEIO. അതന്നെ, വവൽസ് എന്താണ്? AEIO. അപ്പൊ അതിന് ഏതെങ്കിലും ഒരു വവലിനെ നമ്മൾ അതിന്റെ കൂടെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. പിന്നെ വരുന്നത് എന്താണ്? കറക്റ്റ് ആണ് കേട്ടോ, വവൽസ് ഒക്കെ കറക്റ്റ് ആണ്. അപ്പൊ പിന്നെന്താണ്? നമ്മുടെ റൂട്ട് വേർഡ് അഥവാ വേർഡ് റൂട്ട് എന്ന് പറയാം കേട്ടോ. ഈ 4 കമ്പോണന്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് ടെർമിനോളജി പഠിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ടാവും. ആദ്യം പറഞ്ഞ കമ്പോണന്റ് ഏതാന്ന് പറഞ്ഞു തന്നിട്ട് വായിക്കാം കേട്ടോ. നമുക്ക് പറഞ്ഞതിന് ശേഷം നമുക്കത് വായിക്കാം. ഓക്കെ. അപ്പൊ നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ കമ്പോണന്റ് ഏതാണ്? പ്രിഫിക്സ് ആണ് അല്ലെ. പ്രിഫിക്സ്. ആ പേര് പോലെ തന്നെ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും? ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. എന്താണ്? ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. അതായത് ഒരു മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗത്തിനെയാണ്, ബിഗിനിങ് പാർട്ടിനെയാണ്, അല്ലെങ്കിൽ ആരംഭിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ. ഇപ്പൊ നമ്മള് ഇപ്പൊ സാധാരണ നമ്മൾ പ്രിഫിക്സ് എഴുതുമ്പോഴോ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്, നമ്മൾ എഴുതുന്ന സമയത്തോ നമ്മൾ പറയുമ്പോഴോ ഹൈഫൺ ഇടാറില്ല. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇപ്പൊ നിങ്ങളുടെ ഇനി ഇതിലേക്ക് തുടർന്ന പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഹൈഫൺ ഇട്ടൊക്കെ കാണാം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ എഴുതുമ്പോഴോ പറയുമ്പോഴോ ഒന്നും ഹൈഫൺ യൂസ് ചെയ്യില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മൾ പ്രിഫിക്സ് എഴുതിയിട്ട് ഒരു ഹൈഫൺ നമ്മൾ അവിടെ സൂചിപ്പിക്കും. ഓക്കെ, അത് നിങ്ങളുടെ പേജുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഹൈഫൺ നമ്മൾ സൂചിപ്പിക്കും. എന്താണ് ആ ഹൈഫൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗം ബിഗിനിങ് പാർട്ടാണ്. ആദ്യം നമ്മൾ പ്രിഫിക്സ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആദ്യ ഭാഗം കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ അവിടെ വരാനുണ്ട്, കുറച്ച് ടേംസുകൾ അവിടെ വരാനുണ്ട് എന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഹൈഫൺ അവിടെ ഇട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതുമ്പോഴോ പറയുമ്പോഴോ അങ്ങനെ പറയില്ല കേട്ടോ. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പ്രിഫിക്സ് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, സഫിക്സ് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, റൂട്ട് വേർഡ് അബ്രിവിയേഷൻ ഒക്കെ സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ആ ഹൈഫൺ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരരുത്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊരു ഹൈഫൺ ഇടുന്നത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ തുടക്ക ഭാഗം കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് ആ പ്രിഫിക്സിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും മറ്റ് പല ടേംസുകൾ അവിടെ വരാനുണ്ട് എന്നാണ് അവിടെ ആ ഒരു ഹൈഫണോട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി പ്രിഫിക്സ് ബിഗിനിങ് പാർട്ടാണ്. ഇപ്പൊ നമ്മൾ പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. പ്രീ ഡിഗ്രി പണ്ടുണ്ടായിരുന്നു. പ്രീ ഡിഗ്രി ഇപ്പൊ +2 ആണ്, ഡിഗ്രിക്ക് മുന്നേ അല്ലെ. പ്രീ ഡിഗ്രി അപ്പൊ എപ്പോഴും എന്താണ്? മുൻഭാഗത്ത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പ്രീ ഡിഗ്രി പ്രിഫിക്സ് ആണ് അത്. പ്രീ എന്ന് പറയുന്നത് ഒരു പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാം ഇസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ഈസ് കോൾഡ് പ്രിഫിക്സ്. രണ്ടാമത്തെ ഭാഗം എന്താണ് നമ്മൾ പറഞ്ഞത്? സഫിക്സ് ആണ്. ഇതാണ് സഫിക്സ്. സഫിക്സ് എന്തായിരിക്കും? ഇതിന് നേരെ വിപരീതമാണ്. എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഫിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. പ്രിഫിക്സ് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. അപ്പൊ അത് നമ്മൾ സൂചിപ്പിക്കുന്നത് സാധാരണ ആദ്യം ഒരു ഹൈഫൺ നമ്മൾ ഇടും. ഫസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടിട്ടാണ് നമ്മൾ സഫിക്സ് എഴുതുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഹൈഫൺ ഇട്ടിട്ട് സഫിക്സ് എഴുതുന്നത് എന്തുകൊണ്ടാണ്? അതായത് ആദ്യം കുറെ ടേംസുകൾ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ലാസ്റ്റത്തെ ആളായിട്ടുള്ള അവസാനക്കാരനായിട്ടുള്ള ആര് വരുന്നത്? സഫിക്സ് വരുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നിൽ ഒരു ഹൈഫൺ ഇട്ടിട്ട് സഫിക്സ് നമ്മൾ എഴുതും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്, അതിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അതായത് സാധാരണ ഉപയോഗിക്കുന്ന സഫിക്സുകളാണിത്. ഐറ്റിസ് എന്ന് വെച്ചാൽ ITIS എന്നാണ് കേട്ടോ. ഐറ്റിസ് എന്താണ്? ഐറ്റിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇൻഫ്ലമേഷൻ എന്നാണ് മീനിങ്. എന്താണ്? ഇൻഫ്ലമേഷൻ. ഇപ്പൊ നമ്മള് ഹെപ്പറ്റൈറ്റിസ് അവസാനിക്കുന്ന എങ്ങനെയാ? ITIS ഐറ്റിസ്. എന്താണ്? ഇൻഫ്ലമേഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സഫിക്സ് ആണ് ഐറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു സഫിക്സ് ആണ് ലോജി. LOGY ലോജി അല്ലെ. ബയോളജി അല്ലെ. എന്താണ് ലോജി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സ്റ്റഡി ഓഫ്. എന്താണ് അർത്ഥം? സ്റ്റഡി ഓഫ്. ഓക്കെ, ലോജി ഒരു സഫിക്സ് ആണ്. ബയോളജി അല്ലെ. സുവോളജി സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്, ബയോളജി അല്ലെ. അങ്ങനെ നമ്മൾ സുവോളജി, സൈക്കോളജി അല്ലെ. ലോജി സൈക്കോളജി, ലോജി അല്ലെ. സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചത് നെഫ്രോളജി, കാർഡിയോളജി, പൾമണോളജി അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ഗൈനക്കോളജി, ഗൈസ്ട്രോളജി, ഗൈസ്ട്രോ എൻറ്ററോളജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ലോജി പഠിക്കുന്നുണ്ട്. ലാസ്റ്റ് ലോജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ്. നെഫ്രോളജി അല്ലെ, സ്റ്റഡി ഓഫ് കിഡ്നി അല്ലെ. കാർഡിയോളജി സ്റ്റഡി ഓഫ് ഹാർട്ട് അല്ലെ. പൾമണോളജി എന്താണ്? സ്റ്റഡി ഓഫ് ലങ്സ്. അപ്പൊ ആ ലോജി എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. അതുപോലെ ഐറ്റിസ്, ഹെപ്പറ്റൈറ്റിസ്, ആർത്രൈറ്റിസ്, ITIS അതൊക്കെ എന്താണ്? സഫിക്സുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്ത ആളാണ് ആര്? അപ്പൊ നമ്മള് ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിന് നമ്മൾ എന്താ പറയാ? പ്രിഫിക്സ്. ഓക്കെ, എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേമിന് നമ്മൾ എന്താ പറയാ? സഫിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഹൈഫൺ ഇട്ടിട്ടാണ് സഫിക്സ് ചെയ്യുന്നത്. എന്താ സൂചിപ്പിക്കുന്നത്? അതിന് മുമ്പായിട്ട് കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ശേഷമാണ് അവസാനക്കാരനായ ആര് വരുന്നത്? സഫിക്സ് വരുന്നത്. ഇത് സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഹൈഫൺ അവിടെ മുന്നിലിടുന്നത്. പക്ഷെ പ്രത്യേകം ഓർക്കാം, നമ്മൾ എഴുതുമ്പോഴോ നമ്മൾ പറയുമ്പോഴോ ഒന്നും ഹൈഫൺ ഇടയില്ല കേട്ടോ. അത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ.
പിന്നെ വരുന്നത് കോമൺ റൂട്ട് ആണ് അല്ലെ, റൂട്ട് വേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്നൊക്കെ നമുക്ക് അറിയാം. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. ഫണ്ടമെന്റൽ പാർട്ട് അഥവാ നമുക്ക് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം അഥവാ ചീഫ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം. മെഡിക്കൽ ടേമിന്റെ ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ ചീഫ് പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് ആരാണ്? അത് റൂട്ട് വേർഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വേർഡ് റൂട്ട് എന്നൊക്കെ പറയാം. അത് സാധാരണ എന്തിനായിരിക്കും? ഏതെങ്കിലും ഒരു ബോഡി ഓർഗൻസിലേക്കായിരിക്കും സാധാരണ അത് സൂചിപ്പിക്കുന്നത്, ബോഡി ഓർഗൻസിനായിരിക്കും. ഇപ്പൊ നമ്മള് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, കാർഡിയോ പൾമൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് കൂടുതൽ നമുക്കത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ ഞാനൊരു ടേം കൂടെ പറഞ്ഞു. എന്തായിരുന്നു ടേം? അല്ല, ഒരു കമ്പോണന്റ് പോലെ ഞാൻ പറഞ്ഞു, കമ്പൈനിങ് എ വവ്വൽ അല്ലെ. നമ്മളൊരു വവ്വലിനെ എന്ത് ചെയ്യാണ്? കമ്പൈൻ ചെയ്യാണ്. ഇതിന്റെ കൂടെ വേർഡ് റൂട്ടിന്റെ കൂടെ. ഇപ്പൊ നോക്കൂ, കാർഡിയോ അല്ലെ, കാർഡിയോ ഓ അല്ലെ, കാർഡിയോ ഓ എന്നാണ് നമ്മൾ ചേർക്കുന്നത്. പൾമണോ ഓ എന്ന വവ്വൽ അവിടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോ അത്തരത്തില് ഏതെങ്കിലും ഒരു വവ്വലിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മളത് സൂചിപ്പിക്കുക. ഇത് സാധാരണയായിട്ട് ഒരു 99% നമ്മൾ എടുക്കുകയാണെങ്കിൽ സാധാരണ ഓ എന്ന വവ്വലാണ് സൂചിപ്പിക്കാറ്. പക്ഷെ അപൂർവമായിട്ട് ഐ കാണാം, ഇ കാണാം, എ ഒക്കെ കാണാറുണ്ട്. 99%-ലും കൂടുതൽ നമ്മൾ ഓ എന്ന വവ്വലാണ് കമ്പൈൻ ചെയ്യാറ്. പക്ഷെ അപൂർവമായിട്ട് ഐയും ഇയും എയും ഒക്കെ വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി അപ്പൊ നിങ്ങൾ ചോദിക്കും, അബ്രീവിയേഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. അബ്രീവിയേഷനും ഉണ്ട്, അത് വേറൊരു വിഭാഗമായിട്ടാണ്. അത് നമുക്കറിയാലോ, ചുരുക്കെഴുത്തുകളാണ് അബ്രീവിയേഷൻസ്. നമ്മൾ കുറെ പഠിക്കുന്ന സമയത്ത് കുറെ അബ്രീവിയേഷൻസ് ഒക്കെ നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്ത് മെഡിക്കൽ ടെർമിനോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ. മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്സ്, അതുപോലെ അനാറ്റമിക്കൽ സ്ട്രക്ചറുകൾ, നമ്മുടെ നടക്കുന്ന പ്രോസസ്സുകൾ, പ്രൊസീജിയറുകൾ, ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസിനെയാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന വേർഡ്സിനെ നമ്മൾ മെഡിക്കൽ ടേംസ് എന്നാണ് പറയുക. ഓക്കെ, ഇനി മെഡിക്കൽ ടേംസ് എടുക്കുകയാണെങ്കിൽ, ടെർമിനോളജി എടുക്കുകയാണെങ്കിൽ, ഇറ്റ് ഇസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ. മെഡിസിന്റെ ലാംഗ്വേജ് ആണ്. ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഗ്രീക്കിൽ നിന്നും ലാറ്റിനിൽ നിന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് റൂട്ട്, ഇപ്പൊ നമ്മള് വേർഡ് റൂട്ടിന്റെ കാര്യം പറയാം കേട്ടോ, ഇതിലേക്ക് എത്തുമ്പോൾ ഞാൻ പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു 4 കമ്പോണന്റുകൾ ഉണ്ട്. ഒന്ന് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്താണ്? ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ്. ഓക്കെ, പിന്നെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻഷ്യൽ പാർട്ട് അഥവാ ചീഫ് പാർട്ട് ഓർ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് വേർഡ് ആണ്. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പൈനിങ് എ വവ്വൽ അല്ലെ, ഏതെങ്കിലും ഒരു വവ്വലിനെ നമ്മൾ കമ്പൈൻ ചെയ്യും. 99% ഓയാണ് ഉപയോഗിക്കാറ്. ചില സന്ദർഭങ്ങളിൽ ഐയും ഇയും ഒക്കെ കാണാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഇനി ഇത് കൂടാതെ വേറൊരു വിഭാഗം കൂടിയുള്ളതാണ് അബ്രീവിയേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? എന്നിട്ട് പഠിക്കുകയായിരിക്കും നമുക്ക് സൗകര്യം. ഓക്കെ, ക്ലിയർ ആണോ വിചാരിക്കും? നമുക്ക് വായിക്കാലോ മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. അതൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെഡിക്കൽ ടെർമിനോളജി നോക്കുക. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ originated from Greek and Latin. Underline ചെയ്ത് വെച്ചോളൂ കേട്ടോ. The language of medicine ആണ് the terminology എന്ന് പറയുന്നത്. That is originated from Greek and Latin. Okay, Greek, Latin എന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. Medical terminology is employed in international language and it is also essential to communicate with the other medical workers. നമ്മൾ പറഞ്ഞു അല്ലെ, അതൊരു ഇന്റർനാഷണൽ, ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം എന്താണ്? ഹെൽത്ത് പ്രൊഫഷണലുകൾക്കിടയിൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിൽ അവർക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഒരിക്കലും പേഷ്യന്റ് ആയിട്ടല്ല അവരത് ഉപയോഗിക്കുന്നത്, അവർക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇനി എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഈ പറയുന്ന സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെഡിക്കൽ ടെർമിനോളജി ഈസ് the language used to specifically describe the human body elements
മെത്തേഡ്, സർക്കംസ്റ്റൻസസ് എക്സെട്ര. അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ചെയ്ത് വെക്കുക. എന്താണ് മെഡിക്കൽ ടെർമിനോളജി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഈ പറയുന്ന ബോഡി പാർട്സ്, എലമെന്റ്സ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില പ്രൊസീജിയറുകൾ, ചില സർക്കംസ്റ്റൻസസ് അല്ലെ, മെഡിക്കൽ കണ്ടീഷൻസ്, അവയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൈൻഡ്സ് ഓഫ് വേർഡ്സ് ആൻഡ് ടേംസ് ആണ് ഇത് ടെർമിനോളജി എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ടെർമിനോളജി requires the words down into their separate components of prefix, suffix and the root word and having a solid practical knowledge of those parts. അത് നമ്മൾ ആദ്യം തന്നെ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്നതിന് മുമ്പ് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രിഫിക്സ് എന്താണെന്നും സഫിക്സ് എന്താണ്, റൂട്ട് വേർഡ് എന്താണെന്നും ഒക്കെ എടുത്ത് നമ്മൾ മുൻകൂട്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഓരോന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ടെർമിനോളജി പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ചാപ്റ്ററിനകത്ത് പ്രിഫിക്സ് മാത്രമായിട്ടൊരു വിഭാഗം, സഫിക്സ് മാത്രമായിട്ടൊരു വിഭാഗം, കോമൺ റൂട്ട് വേർഡ്സ് ഒരു വിഭാഗം, അങ്ങനെയായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം പ്രിഫിക്സ് എന്താണ്. ഫസ്റ്റ് കമ്പോണന്റ് ആണ് പ്രിഫിക്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ പ്രിഫിക്സ് മീൻസ് എ വേർഡ് അറ്റാച്ച്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ വേർഡ്. ബിഗിനിങ് ഓഫ് എ വേർഡ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആൻഡ് ജനറലി ഡിസ്ക്രൈബ്സ് ദ ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട വാട്ട് ഈസ് ദ പ്രിഫിക്സ്. ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം, ദാറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ്. അത് സാധാരണയായിട്ട് എന്തെങ്കിലും ശരീരത്തിന്റെ ഏതെങ്കിലും ലൊക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗാവസ്ഥയുടെ തീവ്രതയിലൊക്കെ ആയിരിക്കും ഇത് സാധാരണയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ. പ്രിഫിക്സസ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ ജനറൽ ലാംഗ്വേജ് ആൻഡ് ഇൻ മെഡിക്കൽ ആസ് വെൽ ആസ് സയന്റിഫിക് ടെർമിനോളജി. പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ആളുകളല്ല അല്ലെ. ജനറൽ ലാംഗ്വേജ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലാംഗ്വേജിനകത്തും എന്ത് ഉപയോഗിക്കാറുണ്ട്, പ്രിഫിക്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, ഓട്ടോ പൈലറ്റ്. ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു പ്രിഫിക്സ് ആണ്. നമ്മൾ പറയും ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പറയും. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ സെൽഫ് എന്നുള്ള അർത്ഥമാണ് അല്ലെ, സ്വയം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊക്കെ പഠിക്കാറില്ലേ, സ്വയം രോഗ പ്രതിരോധ ശേഷി. അപ്പൊ ഓട്ടോ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിഫിക്സ് ആണ്. ഓട്ടോ പൈലറ്റ് നമുക്കറിയാം. അപ്പൊ ഓട്ടോ പൈലറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വാഹനം പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അതുപോലെ സബ്മറൈൻ, സബ് അല്ലെ, സബ്മറൈൻ. മറൈൻ എന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, യെസ്, കടലുമായിട്ട് റിലേറ്റഡ് ആണ്. സബ്മറൈൻ, സബ് എന്ന് പറയുന്ന പ്രിഫിക്സ് ചേർത്ത് സബ്മറൈൻ എന്ന് പറയുന്നത് എന്താണ്, അന്തർവാഹിനി എന്നുള്ള ഒരു അർത്ഥത്തിലേക്ക് അത് വരും. അതുപോലെ തന്നെയാണ് എന്ത്, ട്രൈസൈക്കിൾ. ട്രൈസൈക്കിൾ, ട്രൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രിഫിക്സ് ആണ്. 3 അല്ലെ, ട്രൈ, പൈ അല്ലെ, ട്രൈ, പൈ, ഡൈ എന്നൊക്കെ പറയുന്നത് എന്താണ്, പ്രിഫിക്സുകളാണ്. ട്രൈസൈക്കിൾ 3 ചക്രമുള്ള വാഹനം അല്ലെ. അപ്പൊ ഇവിടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ജനറൽ ലാംഗ്വേജിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പ്രീ ഡിഗ്രി, നമ്മൾ നേരത്തെ പറയാം ഡിഗ്രിക്ക് മുന്നേ ചെയ്യുന്നത് പ്രീ അല്ലെ. പ്രീ എന്ന് പറയുന്നത് എന്താണ്, അവിടെ പ്രിഫിക്സ് ആണ്, പ്രീ ഡിഗ്രി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ജനറൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്, മെഡിക്കൽ അല്ലെ, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ ആസ് വെൽ ആസ് ദ സയന്റിഫിക് ടെർമിനോളജി. ഒരു എക്സാമ്പിൾ, ഒരു മെഡിക്കൽ ടേമിൽ വരുന്നതിന് ഒരു എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. വെൻ എ മെഡിക്കൽ വേർഡ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, വായു പ്രവാഹമുള്ള, വായു സഞ്ചാരമുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ് വെന്റിലേഷൻ. ദാറ്റ് കണ്ടെയ്ൻസ് എ പ്രിഫിക്സ് ഹൈപ്പർ. ഹൈപ്പർ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് നമ്മൾ അവിടെ ആഡ് ചെയ്യാണ്. അപ്പൊ എന്തായി വാക്ക്, ഹൈപ്പർ വെന്റിലേഷൻ എന്ന വാക്കായി മാറി അല്ലെ. അതായത് വെന്റിലേഷൻ എന്ന് പറയുന്നത് വായു സഞ്ചാരമുള്ള, വായു പ്രവാഹമുള്ള എന്നുള്ള അർത്ഥമാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു പ്രിഫിക്സ് ചേർക്കണം, ഹൈപ്പർ. ഹൈപ്പർ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഹൈപ്പർ ടെൻഷൻ അല്ലെ. അതുപോലെ തന്നെ ഈ പറയുന്ന ഹൈപ്പർ വെന്റിലേഷൻ, ഹൈപ്പർ തൈറോയിഡിസം ഒക്കെ കേട്ടിട്ടില്ല. ഹൈപ്പർ എപ്പോഴും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പ്രിഫിക്സ് ആണ് ഹൈപ്പോ. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പോ എന്ന് പറയുന്നത് ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹൈപ്പർ എന്ന വാക്ക് നമ്മൾ വെന്റിലേഷന്റെ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ദ മീനിങ് ഓഫ് ദ വേർഡ് ഈസ് ചേഞ്ച്ഡ്. ഹൈപ്പർ വെന്റിലേഷൻ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ വാക്കായി. അർത്ഥം എന്താണെന്ന് അറിയാമോ, ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം എന്നുള്ള മീനിങ് ആയി മാറി. അർത്ഥത്തിന് മാറ്റം വന്നു അല്ലെ. അതായത് നമ്മളിപ്പോ ഓടിയൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് നമ്മൾ എന്താണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ആ ഒരു അവസ്ഥ, ദ്രുതഗതിയിലുള്ള എന്താ പറയുക, സ്പീഡിലുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക ശ്വാസോച്ഛ്വാസം, അതാണ് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർ വെന്റിലേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു മീനിങ്ങിലോട്ട് വന്നില്ലേ. ഇനി നോക്കുക, നോട്ട് ഓൾ മെഡിക്കൽ ടേംസ് ഹാവ് ദ പ്രിഫിക്സസ്. എല്ലാ മെഡിക്കൽ ടേമിനും പ്രിഫിക്സ് ഉണ്ടാവുന്ന നിർബന്ധമുണ്ടോ, ഇല്ല. എല്ലാത്തിനും പ്രിഫിക്സ്, എല്ലാത്തിനും സഫിക്സ് ഒന്നും ഉണ്ടാവുന്ന നിർബന്ധമില്ല കേട്ടോ. ഇപ്പൊ പറയാണ്, ടു ലേൺ ടു ഐഡന്റിഫൈ എ ഫ്യൂ ഓഫ് ദ മോർ കോമൺലി യൂസ്ഡ് മെഡിക്കൽ പ്രിഫിക്സസ്
you can make out the meanings of terms that may not be instantly familiar to you. അപ്പൊ വേറൊന്നും അല്ല പറയുന്നത്, നമ്മള് മെഡിക്കൽ പ്രിഫിക്സുകളെ കുറിച്ച് പഠിക്കണം അല്ലെ, മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ടെർമിനോളജി പഠിക്കാനായിട്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുന്നത് എന്താണ് പ്രിഫിക്സ്? ഇറ്റ് ഈസ് ദ ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം, ദാറ്റ് ഈസ് കോൾഡ് പ്രിഫിക്സ് കേട്ടോ. ബിഗിനിങ് പാർട്ടിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? എന്താണ് പ്രിഫിക്സ്? അതിന് അങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അടുത്തതാണ് എന്ത്? സഫിക്സസ്. സഫിക്സസ് എന്താന്ന് നമ്മൾ പറഞ്ഞത് എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ആണ് കേട്ടോ. മെഡിക്കൽ ടേമിന്റെ എൻഡിങ് പാർട്ടിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വായിക്കാം. സഫിക്സസ് ആർ യൂസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എൻഡ് ഓഫ് ദ വേർഡ്സ് ടു ആൾട്ടർ ദ റിയൽ മീനിങ്. അതിന്റെ മീനിങ് തന്നെ വ്യത്യാസം വരും. ഓക്കെ, ആ ഒരു സഫിക്സ് ചേരുന്നതോട് കൂടി തന്നെ അർത്ഥത്തിനകത്തും എന്താണ് വ്യത്യാസം വരും. ഇനി നോക്കുക. In medical terminology, a suffix normally point out indicates a procedure, condition, disease or part of speech. ഇപ്പൊ പല അവസ്ഥകൾ, ചിലപ്പോൾ ഒരു പ്രൊസീജിയർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് സ്പീച്ച്. അതായത് നമ്മുടെ പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടും എന്തുപയോഗിക്കാറുണ്ട്? എന്താണ്? പാരാമെഡിക്കൽ പ്രിഫിക്സ്. പാര. ഓക്കെ, പാര ഓക്കെ ആയിരിക്കാം. പാരസൈക്കോളജി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നോക്കാം, എസ് എ ഓർ പാർട്ട് ഓഫ് സ്പീച്ച് കേട്ടോ. ആ ഒരു പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ടും സഫിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എ കോമൺലി യൂസ്ഡ് സഫിക്സ് ഇസ് ഐറ്റിസ്. ഇറ്റ്സ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഐ എന്ന് ചേർക്കണോ കേട്ടോ. ITIS എന്ന് ചേർക്കണോ കേട്ടോ. ഇറ്റ്സ് എന്ന് മാത്രമാണ് അവിടെ എഴുതിയിരുന്നത്. ഐ ഉണ്ട് കേട്ടോ അവിടെ. എന്നൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾ അവിടെ ഐറ്റിസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥന്നത്? വിച്ച് മീൻസ് ഇൻഫ്ലമേഷൻ, അതായത് വീക്കം അല്ലെ, നീർക്കെട്ട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഐറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ എന്താണ്? ദിസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അല്ലെ, ലിവറിന് വരുന്ന വീക്കമാണ് അല്ലെ, ആ ഒരു സ്വെല്ലിങ് അല്ലെ, ആ ഒരു വീക്കം, നീർക്കെട്ട്. അതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഐറ്റിസ് എന്ന് പറയുന്നത് അർത്ഥം എന്താണ്? ഇൻഫ്ലമേഷൻ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഹെപ്പറ്റ് എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ലിവറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അല്ലെ, അതാണ്. വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. When this suffix is paired with the prefix arthro. എന്താണ്? ആർത്രോ എന്ന് പറയുന്ന വാക്കുമായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ വിച്ച് മീൻസ് എന്താണ്? ജോയിന്റ്. ആർത്രൈറ്റിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ് ആണ് കേട്ടോ. മീൻസ് എന്താണ്? ജോയിന്റ് എന്നുള്ള അർത്ഥമാണ് ആർത്രോ. അതിന്റെ കൂടെ നമ്മൾ എന്താണ്? ദ വേർഡ് ദാറ്റ് കംസ് ഔട്ട് ആർത്രൈറ്റിസ്. ഐറ്റിസ് എന്ന് പറയുന്ന സഫിക്സ് നമ്മളിവിടെ ചേർക്കുകയാണ്, ആർത്രൈറ്റിസ് എന്നാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് അർത്ഥം? ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റ്സ് അല്ലെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിന്റുകൾക്ക് തന്നെ നാമവാദം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ആർത്രൈറ്റിസ്. ഓക്കെ, ഇനി നോക്കാം. Sometimes it is essential to alter the last letter or letters of the root word or prefix when a suffix is added to make the pronunciation easier. അതായത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ സഫിക്സ് ചേർക്കുമ്പോൾ അവസാനത്തെ ആ ഒരു ലെറ്റർ ചിലപ്പോൾ നമുക്ക് ആൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും, മാറ്റേണ്ടതായിട്ട് വരും. ഈ എക്സാമ്പിൾ തന്നെ എടുത്തോ നിങ്ങൾ. ആർത്രോ എന്ന് പറയുമ്പോൾ ഓയിലല്ലേ അവസാനിക്കുന്നത്. നമ്മൾ ITIS എന്ന് പറയുന്ന സഫിക്സ് ചേർത്തപ്പോ ആർത്രൈറ്റിസ് എന്നായിട്ട് മാറി അല്ലെ. അതായത് ഓയിനെ നമ്മൾ എന്ത് ചെയ്തു? ആൾട്ടർ ചെയ്തു അല്ലെ. ഓയിനെ നമ്മൾ എടുത്തു മാറ്റി അവിടെ നിന്ന് അല്ലെ. ITIS എന്ന് പറയുമ്പോൾ എന്താണ്? ഓയിനെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ആർത്രൈറ്റിസ്. നമ്മൾ ആർത്രോയിറ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? പ്രൊനൗൺസിയേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഈസിയർ ആക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ലാസ്റ്റ് ലെറ്ററിന് ചിലപ്പോൾ നമുക്ക് എടുത്ത് മാറ്റണം. ചിലപ്പോൾ അതിനെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ലെറ്റർ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ വരാറുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ സഫിക്സ്? പിന്നെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ നിങ്ങൾ ഓർക്കാം. ലോജി, LOGY, ലോഗി, ബയോളജി അല്ലെ, ബയോളജി, സുവോളജി, നെഫ്രോളജി. ലോജി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? സ്റ്റഡി ഓഫ് എന്നാണ്. ഓക്കെ, നമ്മൾ കാർഡിയോളജി, പൾമണോളജി, അതൊക്കെ എന്താണ്? ലോജി എന്ന് പറയുന്നത് ഒരു സഫിക്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അത് തന്നെ സെറോളജി, അപ്പൊ നിങ്ങൾ പഠിച്ചതായിരിക്കും അല്ലെ, ലബോറട്ടറി സർവീസ് പഠിച്ചതായിരിക്കും അല്ലെ, സെറോളജി. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. സൈറ്റോളജി പഠിച്ചില്ലേ നിങ്ങൾ? ഹിസ്റ്റോളജി പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ അതിന്റെ ഹാങ് ഓവറിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊരു ഉപകാരപ്പെട്ടു. ഓക്കെ, അടുത്തതാണ് എന്ത്? റൂട്ട് വേർഡ് കേട്ടോ. റൂട്ട് വേർഡ് അഥവാ കോമൺ റൂട്ട്സ് എന്ന് നമുക്ക് പറയാം കേട്ടോ. വേർഡ് റൂട്ട് എന്നോ റൂട്ട് വേർഡ് എന്നോ ഒന്നും വേണമെങ്കിലും പറയാം, കുഴപ്പമില്ല. അതെന്താന്ന് നമ്മൾ പറഞ്ഞത്? ചീഫ് പാർട്ട് ഓഫ് ഓർ സ്റ്റെം ഓഫ് എ വേർഡ്.
അല്ലെ ചീഫ് പാർട്ട് ആണെങ്കിൽ ആ ഒരു വേർഡിന്റെ സ്റ്റെം എസെൻഷ്യൽ ഭാഗം എന്ന് പറയുന്നതാണ് ഇത് റൂട്ട് വേർഡ് അല്ലെ. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ദ ചീഫ് പാർട്ട് ഓഫ് സ്റ്റെം ഓഫ് എ വേർഡ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. ഇനി നോക്കാം, എ റൂട്ട് വേർഡ് ക്യാരീസ് the essential meaning of the word and frequently points out a body part. സാധാരണയായിട്ട് എന്താണ് അതിന്റെ ആ ഒരു വേർഡിന്റെ സാധാരണ അത് സൂചിപ്പിക്കുന്നത് ഒരു ബോഡി പാർട്ടിനെ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഗൈസ്റ്റർ എന്ന വാക്ക് GASTR അല്ലെ, GASTER ഗൈസ്റ്റർ. ഓക്കെ, ഗൈസ്റ്റർ എന്ന വാക്ക് ശരിക്കും അത് എന്താണ്, ഒരു ലാറ്റിൻ പദമാണ്. അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗൈസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൊമക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗൈസ്ട്രോളജി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം. ആമാശയം എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം. അതിന്റെ ഗ്രീക്ക് പദമാണെന്ത്? ഗൈസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഗൈസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി പാർട്ടാണ്. എന്താണ്? സ്റ്റൊമക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹെപ്പാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഹെപ്പറ്റോളജി പഠിച്ചിട്ടില്ലേ? ഹെപ്പാറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. അതിന് സമാനമായിട്ട് ഇംഗ്ലീഷ് വേർഡ് ഏതാണ്? അതെന്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ലിവർ ആണ് അല്ലെ, ഹെപ്പറ്റോളജി. ലിവർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് നമുക്കറിയാം. അതിന്റെ ഗ്രീക്ക്, അതിനെ സൂചിപ്പിക്കുന്ന ആ ഒരു ലിവർ എന്ന ബോഡി ഓർഗനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമാണ് ഹെപ്പാറ്റ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ റൂട്ട് വേർഡ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതാണ് ബോഡി പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. With a combining form, the root word and a combining vowel like I, E, O or A may be blended with another root word, a prefix or a suffix to describe a particular structure or condition. സാധാരണയായിട്ട് നമ്മൾ ഈ റൂട്ട് വേർഡിന്റെ കൂടെ ചിലപ്പോൾ ഒരു വവൽ കമ്പൈൻ ചെയ്യും. അതൊരു സെപ്പറേറ്റ് കമ്പോണന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ കാർഡിയോളജി, ഓ എന്ന വവലിന് കൂടെ കാർഡി എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന റൂട്ട് വേർഡ് ആണ്. അതിന്റെ കൂടെ നമ്മൾ ഓ എന്ന വവൽ അവിടെ ചേർക്കണം. കാർഡിയോ, അതുപോലെ പൾമണോ, ഓ എന്ന് പറയുന്ന വവൽ ചേർത്തിട്ടാണ്. പൾമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലെൻസിനെയാണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ പൾമണോ, അതുപോലെ നെഫ്രോ, ഓയിലിൽ അവസാനിക്കുന്ന ഓ എന്ന് പറയുന്ന വവല് നമ്മൾ ആ റൂട്ട് വേർഡിന്റെ കൂടെ, നെഫ്ര എന്ന് പറയുന്ന ആ റൂട്ട് വേർഡിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ സാധാരണ ഏതെങ്കിലും ഒരു ബോഡി ഓർഗനെ ആയിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നോക്കാം ഒരു എക്സാമ്പിള്. ഇറഗുലർലി ഒഫ്താൽമോളജി. ഒഫ്താൽ എന്ന് പറയുമ്പോൾ കണ്ണാണ്. ഓ എന്ന വവൽ അവിടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 99% ഓ എന്ന വവലായിരിക്കും കമ്പൈൻ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അപൂർവമായിട്ടായിരിക്കും ഈ ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇറഗുലർലി യൂസ്ഡ് ടേം EMS. EMS നിങ്ങൾക്ക് അറിയാൻ എന്താണ്? നമ്മൾ ആംബുലൻസിൽ പഠിച്ചതാണ്. കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി എമർജൻസി മെഡിക്കൽ സർവീസ് അതിന്റെ ഭാഗമാണ് ആംബുലൻസ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. പാരാമെഡിക്സും അവരൊക്കെ എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് അല്ലെ. അതിനകത്ത് ഉപയോഗിക്കുന്നതാണ് ഇത് CPR അവിടെ പഠിച്ചതാണ്. എന്താണ് CPRന്റെ ഫുൾ ഫോം? എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ അല്ലെ, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. നമുക്കറിയാലോ CPR. നമ്മൾ ഇങ്ങനെ കുഴഞ്ഞൊക്കെ വീഴുന്ന സമയത്ത്, കാർഡിയക് അറസ്റ്റോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് വന്ന് വീഴുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? CPR കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ CPRന്റെ ഫുൾ ഫോം അതിന്റെ കൂടെ പഠിച്ചു വെക്കാം കേട്ടോ. അതിന്റെ അർത്ഥം എന്താണ്? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങള്, കാർഡിയോ അല്ലെ, കാർഡിയോ റൂട്ട് വേർഡ് ഏതാണ്? കാർഡി അല്ലെ, കാർഡോ ഉണ്ട്, പൾമണോ, കാർഡിയോ. ഓ എന്ന വവല് നമ്മൾ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടില്ലേ? കട്ടായി പോകുന്നുണ്ടോ? അപ്പൊ നോക്കാം, കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ. അപ്പൊ കാർഡിയോ, പൾമണോ അല്ലെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പൾമണറി എ എന്ന വവൽ അവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ when we break it down, കാർഡിയോ ഇസ് എ റൂട്ട് വേർഡ് അല്ലെ. കാർഡിയോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ്. അത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹാർട്ട് എന്ന ബോഡി പാർട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. പൾമണറി ഇസ് എ റൂട്ട് വേർഡ്. പൾമണറി എന്തിനെ സൂചിപ്പിക്കുന്ന? ഏത് ഓർഗൻ ആണത്? ലങ്സ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ by executing the CPR, we introduce the air into the lungs and circulate the blood by pressing the heart to revive the patient. Some root words may also be used as prefixes or suffixes. അപ്പൊ നമ്മൾ CPR കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ലെൻസിനകത്തേക്ക്, ശ്വാസകോശത്തിലേക്ക് നമ്മൾ എയർ എന്ത് ചെയ്യാണ്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
പകരം ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഹാർട്ടിൽ പ്രസ് ചെയ്യുന്നുണ്ട് അല്ലെ. പ്രസ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ പമ്പിങ് നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈവ് ചെയ്ത് എടുക്കുകയാണ്. ലെഗ്സിലേക്ക് എയർ പാസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഹാർട്ടിന്റെ ആ ഒരു റിതം അല്ലെ, ആ ഒരു ബീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, റിവൈവ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് CPR. നമുക്ക് റൂട്ട് വേർഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് ദ ചീഫ് പാർട്ട് അഥവാ ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ എസെൻഷ്യൽ പാർട്ട് എന്നോ സ്റ്റെം ഓഫ് ദ മെഡിക്കൽ ടേം എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നത് എന്താണ്, അത് റൂട്ട് വേർഡ് ആണ്. ബിഗിനിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പ്രിഫിക്സ് ആണ്. എൻഡിങ് പാർട്ട് ഓഫ് ദ മെഡിക്കൽ ടേം ഏതാണെന്ന് വെച്ചാൽ അത് സഫിക്സ് ആണ് എന്നൊക്കെ നിങ്ങൾ പറയണം. ഓക്കെ, ഇനി അടുത്ത വിഭാഗമാണിത് അബ്രീവിയേഷൻസ്. എന്താണ് അബ്രീവിയേഷൻ? നമുക്കറിയാലോ, ചുരുക്കെഴുത്തുകൾ. നമ്മൾ ഒരുപാട് അബ്രീവിയേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെ. നോക്കുക, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അബ്രീവിയേഷൻസ് ആർ വേർഡ്സ് which are used to shorten notes or documentation അല്ലെ. ഇപ്പൊ നമ്മൾ എഴുതുന്ന നോട്ട്സുകൾ ഷോർട്ടൻ ചെയ്യാനായിട്ട് ഡോക്യുമെന്റേഷൻ രേഖകളൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ നീട്ടി പരത്തിയൊന്നും എഴുതി വെക്കാൻ ആർക്കും ഇഷ്ടമല്ല അല്ലെ. എന്ത് ഷോർട്ട് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന അതാണ് അല്ലെ അബ്രീവിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം, വെൻ യൂസ് കൂടുതലും അത് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഭയങ്കരമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ് അബ്രീവിയേഷൻ. അവിടെ അങ്ങനെ നീട്ടിപ്പരത്തി എഴുതാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ ഒരു ഡോക്ടർ വേറൊരു ഡോക്ടറോട് സംസാരിക്കുകയാണെങ്കിൽ അവരെന്താണ് അബ്രീവിയേറ്റഡ് ഫോമിൽ അവർ പറയുള്ളൂ, അതല്ലേ അവർക്ക് സൗകര്യം. ഓക്കെ, നോക്കുക, വെൻ യൂസിങ് അബ്രീവിയേഷൻസ് ഇൻ പേഷ്യന്റ് കെയർ റിപ്പോർട്ട്സ് യു ഹാവ് ബെറ്റർ യൂസ് ഓൺലി സ്റ്റാൻഡേർഡ് ആക്സെപ്റ്റഡ് അബ്രീവിയേഷൻ ടു അവർക്ക് ദ കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്. അപ്പൊ നമ്മള് അബ്രീവിയേഷൻസ് സാധാരണ നമ്മൾ പേഷ്യന്റിന്റെ റിപ്പോർട്ട്സിലൊക്കെ അബ്രീവിയേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവർക്ക് ദ കൺഫ്യൂഷൻ ആൻഡ് എറേഴ്സ്. അവർക്ക് എന്ന് വെച്ചാൽ എന്താ, ഒഴിവാക്കുക എന്നുള്ള അർത്ഥം അല്ലെ. അതായത് കൺഫ്യൂഷൻ എററുകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം യൂസ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു അബ്രീവിയേഷൻ അവിടെ എഴുതി വെക്കാനായിട്ട് പാടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അതുപോലെ എന്താണ് പറയാ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ വല്ലവരുടെ പേരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിന് അവരെ ഷോർട്ട് ആക്കി ഇടും. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇടുന്ന അബ്രീവിയേഷൻ ആണ്. ആ രീതിയിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് വേണം എപ്പോഴും പേഷ്യന്റിന്റെ മെഡിക്കൽ റിപ്പോർട്ട്സിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ദിസ് ലിസ്റ്റ് ഈസ് നീഡ് ടു ഹെൽപ്പ് decipher the documents written by other healthcare professionals. അപ്പൊ അത് നമ്മൾ എന്തിനു സഹായിക്കുന്നു? To help to decipher the document. ഡെസിഫർ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അതായത് ഡോക്യുമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാനും അല്ലെ മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു അബ്രീവിയേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബിഫോർ യൂസിങ് എനി അബ്രീവിയേഷൻസ് ഇൻ റിപ്പോർട്ട്സ് ഇറ്റ് ഈസ് എസെൻഷ്യൽ to be familiar with the approved use of abbreviations in your local jurisdiction or service area. അപ്പൊ നമ്മൾ അബ്രീവിയേഷൻസ് റിപ്പോർട്ടിൽ ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ, നമ്മുടെ ലോക്കൽ ഏരിയയിൽ അല്ലെങ്കിൽ സർവീസ് ഏരിയയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും എന്താ പറയുക അപ്രൂവ്ഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്കത് റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള അബ്രീവിയേഷൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ കുറെ അബ്രീവിയേഷൻസും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ടെർമിനോളജി എന്താണെന്നും പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് എന്താണെന്നും അബ്രീവിയേഷൻസ് എന്താണെന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ കടക്കാലോ, ടെർമിനോളജിയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് പ്രിഫിക്സും പ്രിഫിക്സുകളാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പ്രിഫിക്സ് എന്താണ്? ബിഗിനിങ് പാർട്ടാണ് അല്ലെ. പ്രിഫിക്സും അതിന്റെ മീനിങ്ങും ആണ് നമ്മൾ പറയുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വായിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഇതിനകത്ത് തരാനില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മൾ ഓരോ പേജ് എടുക്കുമ്പോൾ നമ്മൾ പറയും, അപ്പൊ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പേജിനകത്ത് 1 മുതൽ 18 വരെയാണ് വരുന്നത്. ഞാൻ പറയുന്ന നമ്പേഴ്സുകൾ നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഡെയിലി ഇങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് പോകുന്നുണ്ടാവും. ആദ്യം മാർക്കിംഗ് മാർക്കിംഗ് കഴിഞ്ഞിട്ടേ നമ്മൾ വായിക്കുള്ളൂ. എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവും. കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ 1-2 ആൾക്കാർക്ക് വേണ്ടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക കേട്ടോ. എന്താണ് അപ്പൊ എഴുതുന്നത് പഠിപ്പിക്കില്ല? പഠിപ്പിക്കും കേട്ടോ. എഴുതുന്നതും അല്ലാത്തതൊക്കെ നമ്മൾ പറയും. നമ്മളെല്ലാം വായിക്കും കേട്ടോ. നമ്മൾ വായിച്ചു പോകും, ഒന്നും അങ്ങനെ ഇതാക്കില്ല. ഞാൻ പറയുന്ന നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അത് നിർബന്ധമായിട്ടും പഠിക്കണം. അത് എക്സാമിന് വരും, ഉറപ്പാണ് കേട്ടോ.
അത് നിങ്ങളുടെ എനിക്ക് കുറെ കൂടെ പഠിക്കാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ഉള്ളത് പറഞ്ഞ് മാർക്ക് ചെയ്ത് തരുന്നത്. ഫുൾ പഠിക്കൽ ചിലപ്പോൾ നടക്കൂല. അപ്പോ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക കേട്ടാ. ഓക്കെ, അത് കുറെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. മാർക്ക് ചെയ്യുന്നത് മിക്കവാറും ഒരു മെജോറിറ്റി നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് മാർക്ക് ചെയ്തോളൂ 1 മുതൽ 18 വരെ കേട്ടോ. അപ്പൊ നോക്ക് സീരിയൽ നമ്പർ 3 മാർക്ക് ചെയ്യാം കേട്ടോ. 3 അതുപോലെ തന്നെ 9 13 14 17 18 മീനിങ്സ് വരും. മീനിങ്സ് കേട്ടോ. മീനിങ്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു പ്രിഫിക്സ് തന്നിട്ട് ആ പ്രിഫിക്സ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? തിരിച്ച് ചിലപ്പോൾ മീനിങ് തന്നിട്ട് ചോദിക്കും ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിഫിക്സ് ഏതാണ്, അങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. മാർക്ക് ചെയ്യുന്നത് നിർബന്ധമായിട്ട് പഠിക്കുക. അത് ക്വസ്റ്റ്യൻ വരും കേട്ടോ, എക്സാം വരും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് 3, 9, 13, 14, 17, 18 കിട്ടിയോ? 3, 9, 13, 14, 17, 18 കിട്ടിയ എല്ലാവർക്കും? ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ആരോ 3, 9, 13, 14, 17, 18 കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വായിക്കാം. ഓരോ പേജിലേക്ക് കിടക്കുമ്പോ ആദ്യം നമ്പർ പറയും കേട്ടോ, എന്നിട്ട് നമുക്ക് വായിക്കാം. അതെ, നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ നോക്കിയേ പ്രിഫിക്സ് ആണ് കേട്ടോ. എ കണ്ടോ? എ കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ടേക്കണു. പക്ഷെ നമ്മൾ എഴുതും, നമ്മളിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രിഫിക്സ് എന്ന് പറയുന്നത് ബിഗിനിങ് പാർട്ടാണ്. അതിനുശേഷം ഒരു ഹൈഫൺ സൂചിപ്പിക്കുന്നത് എന്താണ്? തുടക്കമായിട്ടുള്ള അതിന് ശേഷം കുറെ ടേംസുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ അവിടെ ഒരു ഹൈഫൺ ഇട്ട് വെച്ചേക്കുന്നത്. അപ്പൊ എ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ് എന്നുള്ള അർത്ഥമാണ്. ഇല്ലാതെ, ആവശ്യത്തിന് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഏതെങ്കിലും ഒരു മെഡിക്കൽ ടേമിന്റെ കൂടെ എ എന്ന് ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത് അഫാഗിയ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടേം ആണ്. അഫാഗിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഈറ്റ് എന്നാണ്. വിത്തൗട്ട് ഈറ്റ്, ഭക്ഷണമില്ലാതെ, അല്ലെങ്കിൽ ഭക്ഷണം ആവശ്യമില്ലാതെ എന്നുള്ള അർത്ഥം. ഇതൊന്നും എഴുതി വെക്കേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, എ എന്ന് പറയുമ്പോൾ അഫാഗിയ എന്ന് നമ്മൾ സൂചിപ്പിക്കാം. എ എന്ന ലെറ്റർ അവിടെ വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്. അഫാഗിയ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിത്തൗട്ട് ഈറ്റ്, അല്ലെങ്കിൽ എന്താണ്? ഭക്ഷണമില്ലാതെ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ കഴിക്കാതെ എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ എ കഴിഞ്ഞിട്ട് എയുടെ മീനിങ് എന്താണ്? എ പ്രിഫിക്സ് ആണ്, വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്. അടുത്തത് നോക്കിയേ, എ ബി ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട്. എ ബി എന്താണ്? ബിയോണ്ട്, അപ്പുറം. നമ്മൾ പറയില്ല അബ്നോർമൽ എന്ന് പറയുമ്പോൾ നോർമലിന്റെ ഫ്രണ്ടിൽ നമ്മൾ എ ബി ചേർക്കുന്നില്ല. നോർമൽ സാധാരണ. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ നോർമലിന് അപ്പുറത്തേക്കുള്ളത്, അതായത് സാധാരണമല്ലാത്തത്, അതിന് ബിയോണ്ട് ആയിട്ടുള്ളത്. ദാറ്റ് മീൻസ് എന്താണ്? അബ്നോർമൽ അല്ലെ? ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അത് ഓരോന്നിന്റെ ഒന്നും പറയില്ല, ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം, അറിയുന്നതിന്റെ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നെ. എ ബി ട്ടാ, എ ബി എന്താണ്? ബിയോണ്ട്, അപ്പുറം. ഓക്കെ, അടുത്തത് അബ്ഡോമൻ. ഇവിടെ ഒരു ബ്രാക്കറ്റ് അല്ല, ശരിക്കും ഒരു സ്ലാഷ് ആണ് കേട്ടോ വരുന്നത്. അബ്ഡോമൻ എന്താണ്? സ്റ്റൊമക്ക് അല്ലെ? സ്റ്റൊമക്ക് ആണ്. ഓക്കെ, സ്റ്റൊമക്ക് അറിയാലോ, സ്റ്റൊമക്ക് ആമാശയമാണ്. എക്രോ, ഓ എന്ന് പറയുന്ന ആ ഒരു വവ്വലോട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. എക്രോമെഗാലി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എക്രോമെഗാലി, ഭീമാകാരിത്വം എന്നൊക്കെ പറയും കേട്ടോ. എന്താണ് അർത്ഥം? പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി, അതായത് ഒരു തീവ്രതയുമായിട്ട് ബന്ധപ്പെട്ടത്. ഒരു എക്സാമ്പിളിന് എക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീമാകാരത്വം, അതായത് ശരീരം വല്ലാത്ത ഈ സൊമാറ്റോട്രോപ്പിന്റെ അളവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കുമ്പോൾ എന്തെന്നാ? വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ. അതിങ്ങനെ കൂടി ഇയാള് വല്ലാത്തൊരു ഭീമാകാരത്വം എന്ന് പറയേനെ. അങ്ങനെ ഒരു വലിയ അക്രോമെഗാലി, തന്നെ പറയുമ്പോ വലുതെന്നല്ലേ മെക്ക അല്ലെ? ഭയങ്കര വലുത് എന്നുള്ള അർത്ഥമാണ്. അക്രോമിഗാലി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു സിവിയറിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, പെർട്ടൈനിങ് ടു എ സിവിയറിറ്റി. അടുത്തത് ആഡ്, AD/ ആഡിന്റെ അർത്ഥം എന്താണ്? ആഡ് എന്ന് പറയുമ്പോൾ പ്രിഫിക്സ് ആണ്. എന്താണ് പ്രിഫിക്സിന്റെ മീനിങ്? ടു, അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ്, ദിശയിൽ, വരെ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. ടു, അതുപോലെ തന്നെ ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ഓക്കെ, അടുത്തത് എന്താണ്? അഡിനോ, ഓ എന്ന വവ്വല് ചേർത്തിട്ടാണ് നമ്മൾ അത് പറയാറുള്ളത്. അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്?
അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം അതിന്റെ നമ്മുടെ ഈ ത്രോട്ടിന്റെ ബാക്കിലായിട്ട് ത്രോട്ടിന്റെ നോസിന്റെ ഒക്കെ പുറകിലായിട്ട് കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് അഡിനോയിഡ് ഗ്ലാൻഡ് എന്നാണ് പറയാ. നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊരു സമയത്തും അത് അതിന്റെ ആ ഗ്രന്ഥിയുടെ വളർച്ച അവിടെ തീരും. പക്ഷെ നമ്മൾ ഈ കുട്ടികളിലൊക്കെ ചിലപ്പോ കണ്ടിട്ടില്ലേ, അഡിനോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം ഉണ്ടാവുമ്പോൾ മൂക്കിൽ കൂടെ ശ്വസിക്കാനായിട്ട് പറ്റില്ല. അത് കുട്ടികൾക്ക് വരുന്നതാണ്. നമുക്ക് ചിലപ്പോ മൂക്കിന് ദശ വളരുന്നൊക്കെ പറയാറില്ല, അങ്ങനെയുള്ള കുട്ടികൾക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ പറ്റില്ല. വായി തുറന്നു വെച്ചിട്ട് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അവിടെ കറണ്ട് പോയേക്കാണേ, അതുകൊണ്ടാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റം ഓഫ് ആയി പോകുന്നുണ്ട്. കുറച്ചു നേരമായി കറണ്ട് പോയിട്ട്, അതുകൊണ്ടാണ് നെറ്റ് പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായിരുന്നു? ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ അഡിനോയിഡിന്റെ അല്ലെ. അഡിനോയിഡ് ഗ്ലാൻഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കുട്ടികളുടെ ഒക്കെ മൂക്കിന്റെ പുറകിലായിട്ട് ത്രോട്ടിന്റെ ബാക്കിലൊക്കെ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് അത്. അത് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അതിന്റെ വലിപ്പം വർദ്ധിക്കുമ്പോൾ ഇവർക്ക് മൂക്കിലൂടെ അത് ശരിയായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റില്ല, വായിലൂടെ അത് ശ്വാസം വലിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ മോണയുടെ ഈ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ പൊന്തി വരാൻ തുടങ്ങും. കുട്ടികളുടെ ഫേസ് കാണുമ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാവും. അവർ അഡിനോയിഡിന്റെ അഡിനോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണോട്ടോ എന്ന് പറയുന്നത്. അവിടെ വലിപ്പം കൂടുമ്പോൾ ഈ മോണയുടെ ഭാഗം തന്നെ പതുക്കെ പതുക്കെ പൊന്തി വരാനായിട്ട് തുടങ്ങും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ അവർക്ക് വരും. ഓക്കെ, പറഞ്ഞു കേട്ടോ. അപ്പൊ അഡിനോ ഓ എന്ന് പറയുന്ന ഒമ്പത് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറയാ റെഫറിങ് ടു എ ഗ്ലാൻഡ്. ഒരു ഗ്ലാൻഡിനെയാണ് റെഫർ ചെയ്യുന്നത്. വിച്ച് ഗ്ലാൻഡ്? അഡിനോയിഡ് ഗ്ലാൻഡ്. ഓക്കെ, ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിഫിക്സ് പഠിച്ച പോലെ തന്നെയാണ് ആൻ. ഓക്കെ, ഇതാണ് ആൻ കേട്ടോ. അനീമിയ, അനീമിയ വിത്തൗട്ട് ബ്ലഡ് എന്നുള്ള അർത്ഥമാണ്. സെയിം മീനിങ് ആണ് കേട്ടോ. വിത്തൗട്ട് ഫോർമാറ്റ് ഓഫ്, അത് തന്നെയല്ലേ നമ്മുടെ എയിൽ പറഞ്ഞത്, വിത്തൗട്ട് ഫോർമാറ്റ് ഓഫ്. അത് തന്നെയാണ് എ എൻ കേട്ടോ, വിത്തൗട്ട് ഫോർമാറ്റ് ഓഫ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. അടുത്തതാണ് അന, എ എൻ എ, അന. അന എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പ്, ബാക്ക്, വൺ മോർ ടൈം എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പ്, ബാക്ക്, വൺ മോർ ടൈം എന്നുള്ള മീനിങ് ആണ്. അടുത്തത് എന്താണ്? ആൻജിയോ. ആൻജിയോ നമ്മൾ മാർക്ക് ചെയ്തതാണ് അല്ലെ. അഡിനോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ സോറി, 6 പറഞ്ഞോ ഞാൻ? 6 മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നോ? 6 വിട്ടുപോയി തോന്നുന്നു അല്ലെ. 6 ഒന്ന് ഓക്കെ ഓക്കെ സോറി കേട്ടാ. 6 ഒന്ന് മാർക്ക് ചെയ്യണോ കേട്ടാ. 3, 6 ഉണ്ട് കേട്ടോ. 6 അഡിനോയിഡ് നമ്മൾ പറഞ്ഞില്ലേ, 6 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. വിട്ടുപോയതാണേ. ഓക്കെ, 6 മാർക്ക് ചെയ്യണോ കേട്ടോ. നമുക്കറിയാവുന്നതാണല്ലോ. ഇനി 9 അല്ലെ. ഇനി 9 ആണ് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ടിക്ക് ചെയ്തതാണ് ആൻജിയോ.
ആൻജിയോ നമ്മൾക്ക് ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം അല്ലെ, കേട്ടിട്ടില്ല? ആൻജിയോപ്ലാസ്റ്റി പറഞ്ഞാൽ ആൻജിയോഗ്രാം അതന്നെ. ആൻജിയോ എന്ന് പറയുമ്പോൾ എന്താ, വെസൽ, ബ്ലഡ് വെസലുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. ഓക്കെ, അടുത്തത് 10ാമത്തത് ആന്റി, ANTE, ആന്റി. ആന്റി എന്താണ്? പ്രയർ ടു, ഫോർവേഡ് അല്ലെ, മുൻപിൽ അല്ലെ, മുന്നിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രയർ ടു. ആന്റീരിയർ, പോസ്റ്റീരിയർ എന്നൊക്കെ നിങ്ങൾ പറയണേ. ആന്റീരിയർ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം അല്ലെ, മുൻഭാഗം. ഓക്കെ, പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ താഴേക്കുള്ള ഭാഗം. ഓക്കെ, അപ്പൊ എന്താണ് ആന്റി, പ്രയർ ടു അല്ലെങ്കിൽ ഫോർവേഡ് എന്നുള്ള അർത്ഥം, മുൻപ്, മുന്നോട്ട് എന്നുള്ള ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഇവിടെ പവർ ഫെയിലിയർ വരുന്നുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും സിസ്റ്റം ഓഫ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ മാർക്ക് ചെയ്തതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടെ. ഞാൻ ഒന്നുകൂടെ നമ്പർ പറയാം: 3, 6, 9, 13, 14, 17, 18 കേട്ടോ. കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്ലാസ്സിലാണ്. താങ്ക് യു.